ഞാൻ ഇന്നലെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയിന് കേട്ടോ. അങ്ങനെ പെരിന്തൽമണ്ണ പോയിട്ട് റിട്ടേൺ വരുന്ന വഴിക്ക് നമ്മൾ സാധാരണയായിട്ട് ബസ് ഓരോ സ്റ്റോപ്പിൽ നിർത്തുമല്ലോ. അങ്ങനെ ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു സ്റ്റോപ്പിൽ നിർത്തി, സ്കൂൾ കുട്ടികളെയൊക്കെ കയറ്റാൻ വേണ്ടി നിർത്തി. അങ്ങനെ ആ നിർത്തുന്ന ടൈമിൽ അവിടെ രണ്ട് യൂണിഫോം, രണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് പുറത്ത് ആ ഗേറ്റിൻ്റെ ഇങ്ങോട്ട് അടി കൂടിയിട്ട് ഇവർ പുറത്ത് കയറി. രണ്ട് യൂണിഫോമാണ്. ഒരു ടീം തല്ല് തുടങ്ങുന്നുണ്ട്, മറ്റേ ടീം ആ തല്ല് അവസാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതನ್ನು കണ്ട് വണ്ടി ഇങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് അപ്പോൾ ആൾക്കാർ അറിയുന്നത്. കാരണം അപ്പോഴത്തേക്കാണ് സൗണ്ട്, അതൊരു സൗണ്ട് ഇല്ല, നമ്മളത് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ കണ്ട്. അതായത് പിന്നെയാണ് ഈ തല്ലിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് കലപ്പിലെ സൗണ്ട്, ആ സൗണ്ട് ഉണ്ടാക്കില്ല. ഈ സൗണ്ട് കേട്ടേക്ക് എൻ്റെ അപ്പുറത്തുള്ളത് ആ സ്കൂളിലത്തെ കുട്ടികളെന്നെ എൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കണത് കേട്ടോ. അതിൽ കുട്ടികൾ 2-3 കുട്ടികൾ ലൗഡിൽ നല്ല ഉറക്കനെ പേര് പറഞ്ഞിച്ചേ മിസ്സായി, അവിടെ നിന്നാൽ മതി, ഇരുന്ന കാണാൻ തല്ലി അറിഞ്ഞിട്ടാ. അത് കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരം സ്റ്റെക്കായി. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ കുറച്ചു നേരം സ്റ്റെക്കായി. എൻ്റെ മനസ്സിക്ക് ഫസ്റ്റ് ഓടി വന്ന ആ തല്ലി കണ്ടപ്പോൾ എൻ്റെ മനസ്സിക്ക് ഓടി വന്നത് ഈ ഒരാളെ ഫോട്ടോ ആണ് കേട്ടോ. അത് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ആ കുട്ടികളെ അതുകൂടി കേട്ടപ്പോൾ എനിക്ക് എന്താ അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടോ. കാരണം നമ്മളെ മുമ്പിൽ ഇങ്ങനത്തെയും കുറേ ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യാനോ അതിന് കാണാൻ തുരല്ലേ കുറേ ആൾക്കാർ. അപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ തന്നെ രീതിയിൽ എണ്ണ ഒഴിക്കാനും കണ്ടിന്ന് കയ്യടിക്കാനും അങ്ങനത്തേനൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കും ഓരോ വീട്ടുകാർക്കും മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. സോ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് പറയണം തോന്നി, ഞാൻ വന്ന് പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ കുറേ കുട്ടികൾ കാണുന്നുണ്ട് അറിയാം. ലൈവിൽ വരുമ്പോൾ കുറേ കുട്ടികൾ എനിക്ക് കമൻറ്റ് ഇടലുണ്ട്. സോ ഗൈസ്, അങ്ങനത്തേനൊന്നും പോവാതിരിക്കുക. എന്തിനാ വെറുതെ.